പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, അച്ഛന് സ്വരം വോയിസ് റെസ്റ്റ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത് കൊണ്ടാണ് അച്ഛൻ സ്വരം താഴ്ത്തി ഈ ദിവസങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്നത്. പ്രിയപ്പെട്ട മക്കളെ, ഈശോ നമ്മുടെ ശുശ്രൂഷയിൽ എഴുന്നള്ളിയിരിക്കുക. നമുക്ക് കർത്താവിനെ കുമ്പിട്ട് ആരാധിക്കാം. മക്കളെ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന വചനഭാഗം മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആരെങ്കിലും ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴുകയെന്ന് പറയുകയും ഹൃദയത്തിൽ ശങ്കിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ അവന് അത് സാധിച്ചു കിട്ടും. വിശ്വാസം എന്നത് ദൈവത്തിൻ്റെ ദാനമാണ്, ദൈവത്തിൻ്റെ ഗിഫ്റ്റാണ്. വിശ്വാസത്തോടെ ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പങ്കെടുത്താൽ മക്കളെ, അത്ഭുതകരമായ ഡെലിവറൻസാണ്. ഇന്ന് നമ്മൾ തിരുരക്ത സംരക്ഷണ പ്രാർത്ഥനയാണ് ചൊല്ലുന്നത്. പരിശുദ്ധാത്മാവിനെ വിളിച്ചെന്ന് സ്തുതിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അത്ഭുതം നടക്കട്ടെ ഈശോ. കർത്താവിൻ്റെ ആത്മാവ് ഇറങ്ങി വന്ന് ഈ വചനം കേൾക്കുന്ന എല്ലാ ഭവനങ്ങൾ, വ്യക്തികൾ, കുഞ്ഞുങ്ങൾ, അവരുടെ നിയോഗങ്ങൾ, അതിൻ്റെ തടസ്സങ്ങളൊക്കെ മാറ്റി പരിശുദ്ധാത്മാവ് ഇവരെ അനുഗ്രഹിക്കട്ടെ. കാൽവരിയിൽ ഞങ്ങൾക്കായി രക്തം ചിന്തിയ യേശുവേ കുരിശ് വരച്ച് വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുന്ന ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. അങ്ങയുടെ തിരുക്കുരിശും ചുവട്ടിൽ ഈ മക്കളെയും ഇവരുടെ കുടുംബങ്ങളെയും കുടുംബാംഗങ്ങളെയും പൂർവികരെയും മുൻ തലമുറകളെയും തറവാടിനെയും മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ജീവിത പങ്കാളികളെ, മക്കളെ, ബന്ധുക്കളെ, സ്നേഹിതരെ, ഉപകാരികളെ, അയൽക്കാരെ, ശത്രുക്കളെ, മിത്രങ്ങളെ ഞാൻ സമർപ്പിക്കുക. യേശുവേ, അങ്ങയുടെ തിരുക്കുരിശിൽ നിന്ന്, തിരുഹൃദയത്തിൽ നിന്ന് ഇറ്റിറ്റ് വീണുകൊണ്ടിരിക്കുന്ന വിടുതലിൻ്റെ ശക്തിയുള്ള തിരുരക്തം ഈ മക്കളുടെ ഓരോരുത്തരുടെ മേൽ, ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരുടെ മേൽ ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ നാഥ ഒഴുക്കണമേ. അങ്ങേക്ക് മാത്രമേ സകലരെ രക്ഷിക്കാൻ കഴിയൂ. യേശുവേ, അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ നാഥനും രക്ഷകനും കർത്താവുമെന്ന് വിശ്വസിക്കുന്നു. ഈ മക്കളുടെ വീടിരിക്കുന്ന പറമ്പ്, അതിൻ്റെ 4 അതിരുകൾ, 16 കോണുകൾ, ഭവനത്തിനകത്തും പുറത്തുമുള്ള സ്ഥലങ്ങൾ, ഉപയോഗ വസ്തുക്കൾ, വസ്തുവകകൾ, ഭക്ഷ്യമൃഗാദികൾ, വൃക്ഷലതാദികൾ, സകലത്തിനെയും അങ്ങയുടെ തിരുക്കുരിശും ചുവട്ടിൽ തന്നെ ഞാൻ സമർപ്പിക്കട്ടെ. ഞങ്ങൾക്ക് സ്വന്തമായി ലഭിച്ചിട്ടുള്ള ഭൂമിയിൽ ഇന്നോളം നടന്നു നീങ്ങിയ വ്യക്തികളിലൂടെ, കടന്നു വന്ന വസ്തുക്കളിലൂടെ, പല വിധത്തിൽ അശുദ്ധമാക്കപ്പെട്ട സ്ഥലത്തെയും അന്തരീക്ഷത്തെയും വിശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഏകദൈവ വിശ്വാസത്തിന് നിരക്കാത്ത വിഗ്രഹാരാധനകൾ, ആചാരാനുഷ്ഠാനങ്ങൾ, അന്ധവിശ്വാസങ്ങൾ, പൂജാവിധികൾ, അബദ്ധ സിദ്ധാന്തങ്ങൾ, പാവപ്പെട്ടവരുടെ വേദനയുടെ കണ്ണുനീർ കൗശലപൂർവ്വം പിടിച്ചു പറിച്ച് തട്ടിയെടുത്ത് അതിലൂടെ കടന്നു വന്ന എല്ലാ ബന്ധനങ്ങൾ, ജഡിക പാപ അവസ്ഥകൾ, ആത്മഹത്യയിലൂടെ, ഭ്രൂണഹത്യയിലൂടെ, കൊലപാതകങ്ങളിലൂടെ, മറ്റു മാരക പാപങ്ങളിലൂടെ കടന്നു വന്നിട്ടുള്ള സകലവിധ കെട്ടുകളെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ, നാരകീയ ശക്തികളെ, പൈശാചിക ശക്തികളെ, തിന്മയുടെ ആധിപത്യങ്ങളെ, നെഗറ്റീവ് എനർജികളെ ഈ മക്കളിൽ നിന്നും വിട്ടുപോകാൻ യേശു നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. ആമേൻ. ഒരിക്കൽ കൂടെ ഈശോനെ ആരാധിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണം. ജനുവരി 8, 9 തീയതികളിൽ രാവിലെ മുതൽ വൈകുന്നേരം 8-ാം തീയതി 7 മണി വരെയും, അതോടൊപ്പം തന്നെ 9-ാം തീയതി 5 മണി വരെയും അഖണ്ഡ ജപമാല അച്ഛൻ ഒരുക്കിയിട്ടുണ്ട്. സാധിക്കുന്നവർ, പ്രത്യേകിച്ച് കോഴിക്കോട് ഭാഗങ്ങളിലുള്ളവർക്ക് ഈ മദർ ഓഫ് ഗോഡ് കത്തീഡ്രൽ വന്ന് ഈ ശുശ്രൂഷയിൽ പങ്കുചേരാൻ സാധിക്കും. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.